ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പ്രഥമൻ റെഡിയാക്കാം. പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പൈനാപ്പിൾ എടുത്തിട്ട് തൊലി കളഞ്ഞ് വെച്ചതാണ്. പായസത്തിന് വേണ്ടി എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല മധുരമുള്ള പഴുത്ത പൈനാപ്പിൾ നോക്കി എടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് പായസത്തിനും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം മിഡിലിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 2 പോർഷനാക്കിയ ശേഷം ഇതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ചെറുതാക്കി കനം കുറച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൈനാപ്പിളിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഈ പൈനാപ്പിളിൽ നിന്ന് ഇത്രയും ഭാഗം അരച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിളെല്ലാം ഗീയിലോ ബട്ടറിലോ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് പൈനാപ്പിൾ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പൈനാപ്പിൾ പ്യൂരി കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഗീയിലിട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിനായിട്ട് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് എടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1.5 കപ്പ് ശർക്കര പൗഡർ എടുത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. ശർക്കര പൗഡർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പായസം റെഡിയാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തേങ്ങാപ്പാലെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം മധുരം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ശർക്കര പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ശർക്കരപ്പാവെല്ലാം ഒന്ന് വറ്റി പൈനാപ്പിളിൽ നല്ല പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് അല്പം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിളെല്ലാം നന്നായി തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് തേങ്ങയുടെ 2ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിക്കായി വരാനായിട്ട് ഞാനിതിലോട്ട് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചവ്വരി വേണമെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത ശേഷം ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ആകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് സെറ്റായി കിട്ടും. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അരിപ്പൊടിയെല്ലാം ഇതിൽ നന്നായി തന്നെ ഒന്ന് മിക്സായി വന്നോളും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ആയതുകൊണ്ട് കുക്കായി തേങ്ങാപ്പാലെല്ലാം ചേർത്ത് കൊടുത്താലും തിക്നെസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് അരിപ്പൊടിയോ ചവരിയോ ഒന്ന് ചേർത്ത് ഒന്ന് തിക്കാക്കി എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ബോയിലായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല കുഴമ്പ് രൂപത്തിൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ 1ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1 കപ്പ് 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അധികം നേരമായിട്ട് ബോയിൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് ബോയിലായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായി എല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം ഇതിലോട്ട് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഇതും കൂടി ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം മുൻപ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി 80ൽ കൂടുതൽ സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും പോയി ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് എൻ സ്ക്രീനായിട്ടും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്